ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ നേന്ത്രപ്പഴവും ശർക്കരയും ഉപയോഗിച്ചിട്ട് ഒരു ഹെൽത്തി ആയ ടേസ്റ്റി പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിതിൽ ജലാറ്റിനോ അതേപോലെ തന്നെ ചൈന ഗ്രാസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പുഡിങ് ഉണ്ടാക്കാനായിട്ട് 3 അച്ച് ശർക്കര ഒരു അരക്കപ്പ് വെള്ളത്തിൽ നമുക്ക് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 അച്ച് ശർക്കര പാനിൽ വെച്ചിട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി അതൊന്ന് ഉരുക്കിയതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് നല്ല പോലെ പഴുത്ത നേന്ത്രപ്പഴം വളരെ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാനിവിടെ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ ഇതിനേക്കാളും ചെറിയ പീസാക്കാം. അതിനുശേഷം നമുക്ക് ഇതൊരു പാനിൽ 1 ടേബിൾ ടീസ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അതായത് അധികം മൊരിയാണ്ട് തന്നെ ഇതൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ്ക്ക് പകരം ബട്ടറാണെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഇത് വഴറ്റുന്ന സമയത്ത് നമുക്കിതിൽ പഞ്ചസാരയൊന്നും ചേർക്കണ്ട. കാരണം നമ്മൾ ശർക്കരയിലാണ് ഈ പുഡിങ് തയ്യാറാക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിന് മധുരം കിട്ടും. പിന്നെ ഇത് നല്ല പോലെ പഴുത്ത പഴമായതുകൊണ്ട് ഇതിന് തന്നെ നല്ല മധുരമുള്ള പഴമാണ്. അപ്പോൾ നമ്മൾ വേറെ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യാണ്ട് തന്നെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. വാട്ടിയെടുത്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കാരണം നമ്മൾ ഈ പാനിൽ തന്നെയാണ് നമുക്ക് പുഡിങ്ങിന് വേണ്ട കോൺഫ്ലവറൊക്കെ കലക്കി ഒഴിച്ച് നമുക്കത് സെറ്റ് ചെയ്യാനുള്ളത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് വഴന്ന് വന്നാൽ നമുക്ക് വേറൊരു പാനിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കുറച്ച് കോൺഫ്ലവർ, ഒരു 1/4 കപ്പ് കോൺഫ്ലവർ ഒരു അരക്കപ്പ് വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കണം. കലക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നമുക്കിതിപ്പോൾ തണുത്ത വെള്ളത്തിലായതുകൊണ്ട് കട്ടില്ലാണ്ട് തന്നെ നമുക്കിത് കലക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഇതൊന്ന് കലക്കിയെടുക്കുക. കലക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് ആ സെയിം പാനിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പഴം വാട്ടിയ സെയിം പാനിൽ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് അരിച്ചൊഴിക്കാം. അപ്പോൾ ഇതൊരു സ്ട്രെയിനർ വെച്ചിട്ട് അരിച്ചിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇത് നല്ല പോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ കൈയെടുക്കാണ്ട് കുറുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. കോൺഫ്ലോർ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട പിടിച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ കൈയെടുക്കാണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുറുക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം ഒരു 400 ഗ്രാമോളമുള്ള ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒരു ബോട്ടിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 400 ഗ്രാമിൻ്റെ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ഒരു ടിന്ന് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഒഴിച്ചെടുക്കുന്ന സമയത്ത് നന്നായി ലോ ഫ്ലെയിം ആക്കുക. കാരണം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത് കോൺഫ്ലവർ ഒന്ന് കട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മൾ കൈയൊക്കെ ഒന്ന് എടുക്കുമ്പോൾ അതിനുശേഷം ഇത് നമ്മൾ വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്കാക്കിയിട്ട് നല്ല പോലെ ഒന്ന് തിക്കായിട്ട് കുറുക്കിയെടുക്കാം. നല്ല പോലെ തന്നെ കുറുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഗ്ലാസ് ബൗളിൽ ഒഴിക്കുക. ആദ്യം തന്നെ നമുക്ക് ഇപ്പോൾ ഈ കുറുക്കിയത് ഒഴിക്കുക. ഇതിൻ്റെ മേലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കണ പഴം കുറച്ച് ഇട്ടെടുക്കുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ പിന്നെ അതേപോലെ തന്നെ വിപ്പിംഗ് ക്രീമോ പിന്നെ സാധാരണ ഹെവി ക്രീം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഈ കുറുക്കിയതും പഴം മാത്രം ഇവിടെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇങ്ങനെ ചെയ്താൽ തന്നെ ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ പഴം ഇട്ട് കൊടുത്തു, അതിൻ്റെ മേലെ വീണ്ടും കുറച്ച് നമുക്ക് ഈ കുറുക്കിയ ഇത് കുറച്ചും കൂടിയും ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം മേലെ വീണ്ടും കുറച്ച് പഴം കൂടി നമ്മളിപ്പോൾ ഇവിടെ ബാക്കിയുണ്ട്, അതും കൂടി മേലെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊന്ന് മേലൊന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇതിൽ മുന്തിരിയോ അണ്ടിപ്പരിപ്പോ വേറെ ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഏറ്റവും മേലെ കുറച്ച് പിസ്ത പൊടിച്ചത് മാത്രം ഇവിടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഡെക്കറേറ്റ് ചെയ്യൽ നിങ്ങൾ ഇഷ്ടാനുസരണം ഏത് പൗഡർ വേണമെങ്കിലും നട്ട്സോ ചോക്ലേറ്റ് പൗഡർ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നമുക്ക് കഴിക്കാം. അപ്പം നമ്മൾ ടേസ്റ്റി പുഡിങ് റെഡി.